നമസ്കാരം. ഞാൻ ഡോക്ടർ ശരത് കൃഷ്ണ, ഒരു ഡി അഡിക്ഷൻ എഡ്യൂക്കേറ്ററും ഒരു ആയുർവേദ ഡോക്ടറും കൂടിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭാവിയെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും വാർത്തകളിൽ ഒരു പേര് തുടർച്ചയായി കേൾക്കുന്നുണ്ട്: ഓപ്പറേഷൻ തൂഫാൻ. വെറും ദിവസങ്ങൾക്കുള്ളിൽ 1442 കേസുകൾ, 1559ഓളം അറസ്റ്റുകൾ. വലിയ തോതിലുള്ള ഒരു മയക്കുമരുന്ന് വേട്ടയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഇത്ര അധികം ആളുകൾ അറസ്റ്റിലായിട്ടും നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ സേഫ് ആണോ? ഒരു നിമിഷം നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം. ഒരു ചെറിയ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകളെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ചില വ്യക്തികളുടെ മാത്രം പ്രശ്നമല്ല, അതൊരു വലിയ സാമൂഹിക മുന്നറിയിപ്പാണ്, വാണിംഗ് ആണ്. നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ ലക്ഷണമാണത്. ഇന്ന് കേരളത്തിൽ മയക്കുമരുന്ന് എന്നത് ഏതോ ഇരുണ്ട ലോകത്തെ കുറ്റവാളികളുടെ മാത്രം പ്രശ്നമല്ല. അത് സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ യുവതി യുവാക്കൾക്കിടയിലും എന്തിന് നമ്മുടെയൊക്കെ വീടുകളിലെ ചുവരുകൾ വരെ എത്തിക്കഴിഞ്ഞ ഒരു ഭീകര യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ വ്യക്തമാക്കാം: ഈ വീഡിയോ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നമ്മളെല്ലാവരും ഒന്ന് കരുതിയിരിക്കാനും അവെയർ ആകാനും വേണ്ടിയുള്ളതാണ്. കാരണം ഭൂരിഭാഗം മാതാപിതാക്കളും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്നൊക്കെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ വിശ്വസിക്കണം, മിക്ക ദുരന്തങ്ങളും തുടങ്ങുന്നത് ഇങ്ങനെയുള്ള അമിതമായ വിശ്വാസങ്ങളുടെ പുറത്താണ്. ഒരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മയക്കുമരുന്നിന് അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമയാകുന്നതല്ല. അത് വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു തെറ്റായ കൂട്ടുകെട്ട്, ഒരു കൗതുകത്തിലുള്ള ഒരു എക്സ്പെരിമെന്റ്, ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം, പഠനഭാരമോ സ്ട്രെസ്സോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒളിപ്പിക്കാനുള്ള അവന്റെ ഒരു ശ്രമം, അല്ലെങ്കിൽ ആരും മനസ്സിലാക്കാനില്ല, തന്നെ മനസ്സിലാക്കാനില്ല എന്നുള്ള ഒരു ഏകാന്തത. ആദ്യം ഇതൊരു എക്സ്പെരിമെന്റ്, കൗതുകത്തിൽ തുടങ്ങുന്നത് പിന്നെ ഒരു ശീലമാകും, പിന്നെ അതൊരു ആശ്രയമാകും, ഒടുവിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനാകാത്ത വിധം ഒരു അടിമയായി മാറുകയാണ് ഇവിടെ നടക്കുക. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്നത് പോലീസ് നടത്തുന്ന ഒരു റെയ്ഡായി ഒതുങ്ങുകയല്ല, അത് നമുക്ക് നാളേക്കുള്ള ഒരു വേക്കപ്പ് കോൾ ആണ്. കേരളം ഇനിയെങ്കിലും ഉണർന്നേ പറ്റൂ എന്ന സന്ദേശമാണ് അത് നൽകുന്നത്. ഈ പോരാട്ടത്തിൽ പോലീസിന് മാത്രം ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാനാകില്ല. ഇതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഡോക്ടേഴ്സിനും ഈ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ പങ്കുണ്ട്. ഒരു ഡി അഡിക്ഷൻ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് വിൽ പവർ അല്ലെങ്കിൽ മനോബലം ഇല്ലാത്തത് കൊണ്ടല്ല. അത് പലപ്പോഴും മാനസികവും സാമൂഹികവും ജൈവികവുമായ പല കാരണങ്ങൾ ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ പ്രധാനം അവർ പറയുന്നത് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശിക്ഷിക്കുന്നതിനേക്കാൾ മുൻപ് പ്രതിരോധം തീർക്കണം. അവഗണിക്കുന്നതിന് പകരം അവരോട് നമ്മൾ സംസാരിക്കണം, ഇരുന്ന് സംസാരിക്കാൻ നേരം കണ്ടെത്തണം. ഈ സീരീസിലെ അടുത്ത വീഡിയോകളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് നല്ല ചുറ്റുപാടിൽ വളരുന്ന കുട്ടികൾ പോലും ഇതിലേക്ക് വന്നു ചേരുന്നത്? രണ്ട്, മാതാപിതാക്കൾ തിരിച്ചറിയാതെ പോകുന്ന ആ ആദ്യകാലത്തെ ലക്ഷണങ്ങൾ, അതായത് വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? അഡിക്ഷൻ നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, ബോധവാന്മാരാക്കാം? അവസാനമായി ഒരൊറ്റ കാര്യം പറയാം: ഓപ്പറേഷൻ തൂഫാൻ എന്നത് വെറും ഒരു മയക്കുമരുന്ന് വിരുദ്ധ വേട്ടയല്ല, റെയ്ഡല്ല. കാരണം ഇവിടെ ഓരോ കുട്ടിയും രക്ഷപ്പെടുമ്പോൾ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. ഓരോ കുടുംബവും സുരക്ഷിതമാവുമ്പോൾ മാത്രമാണ് നമ്മുടെ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാവുന്നത്. ഞാൻ ഡോക്ടർ ശരത് കൃഷ്ണ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.